ഹരി ഓം. ദശകം 15, ശ്ലോകം 7. യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധപീഡയോല്ലംഘ്യ ബാല്യം പുനരവിപദമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരുദേ ത്വം ദേവഹൂത്യൈ നഗാദീഹി. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. യുവതി ജഠര ഖിന്നഃ, യുവതി ജഠര ഖിന്നോ ജാത ബോധഃ അപി അകാണ്ഡേ ജാതബോധോപ്യകാണ്ഡേ ജാതബോധോപ്യകാണ്ഡേ ജാതബോധഃ അപി അകാണ്ഡേ. യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധഃ പ്രസവഗളിതബോധ പീഡയോല്ലംഘ്യ ബാല്യം പ്രസവഗളിതബോധ പീഡയോല്ലംഘ്യ ബാല്യം പുനഃ അപി പുനരപി ബദ മുഹ്യത്യേവ താരുണ്യകാലേ പുനരപി ബദ മുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരുദേ ത്വം ദേവഹൂത്യൈ നഗാദീഹി. യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധപീഡയോല്ലംഘ്യ ബാല്യം പുനരവിപദമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരുദേ ത്വം ദേവഹൂത്യൈ നഗാദീഹി. ശ്ലോകം 7 അന്വയവും അർത്ഥവും നോക്കാം. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഈ പുണ്യപാപമിശ്ര കർമ്മങ്ങൾ ചെയ്യുന്നവർ വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും ഭൂമിയിൽ ജീവിതം തുടരുന്നുവെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊക്കെ ഇനിയും ജന്മമുണ്ട്. നമ്മളാരും പാപം ചെയ്യാത്തവരാരും ഇല്ല. പുണ്യവും പാപവും ഒക്കെ ചെയ്യുന്നവരാണ്. ഒട്ടും പാപം ചെയ്യാത്തവർക്കാണ് എപ്പോഴും മോക്ഷം കിട്ടുന്നത്. നല്ല ഭക്തിയായിട്ട് ജീവിച്ച് ഒരു പാപകർമ്മങ്ങളും ചെയ്യാത്തവർക്കൊക്കെ മോക്ഷം കിട്ടിപ്പോകുന്നുണ്ട്. യുവതി ജഠരഖിന്നഃ, യുവതി ജഠരഖിന്നഃ, സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കിടന്നു ദുഃഖിക്കുമ്പോൾ, കുഞ്ഞ് ജനിക്കുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ദുഃഖിക്കുമ്പോൾ അകാണ്ഡേ ജാതബോധഃ അപി അകാണ്ഡേ പെട്ടെന്ന് യഥാർത്ഥ ജ്ഞാനമുണ്ടായി എങ്കിലും എങ്കിലും അകാണ്ഡേ ജാതബോധഃ പെട്ടെന്ന് യഥാർത്ഥ ജ്ഞാനം ഉണ്ടായി എങ്കിലും പ്രസവഗളിതബോധഃ പ്രസവിച്ച് വന്നു കഴിയുമ്പോൾ വീണ് കഴിയുമ്പോൾ ആ ജ്ഞാനം നഷ്ടപ്പെട്ടിട്ട് പീഡയാ ബാല്യമുല്ലംഘ്യ പീഡയാ കഷ്ടപ്പാടുകളോടുകൂടി ബാല്യം കഴിച്ചു കൂട്ടിയിട്ട് താരുണ്യകാലേ പുനഃ അപി മുഹ്യതി ഏവ വദ ഇതി വദ. അപ്പോൾ പീഡയാ ബാല്യമുല്ലംഘ്യ കഷ്ടപ്പാടുകളോടുകൂടി ബാല്യം കഴിച്ചു കൂട്ടിയിട്ട് താരുണ്യകാലേ പുനരപി മുഹ്യതി ഏവ വദ യൗവനകാലത്ത് പിന്നെയും മോഹിക്കുക തന്നെ ചെയ്യുന്നു. ബദ ഏവ ബദ എന്ന് വെച്ചാൽ കഷ്ടം എന്നാണ് പറയുന്നത്. കഷ്ടം അതാണ് ബദ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതി ഇപ്രകാരം കപിലതനുഹു ത്വം ദേവഹൂത്യൈ നഗാദി, കപിലസ്വരൂപനായ നിന്തിരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു. ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആ ഭാഗവത മൂലഗ്രന്ഥത്തിൽ ആ മനുഷ്യ ജീവിതത്തെ വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ആ ഗർഭസ്ഥനായ ശിശുവിന് ജ്ഞാനമുണ്ടാകുന്നതും ജ്ഞാനം ഉദിച്ചപ്പോൾ ഉണ്ടായ വിചാരങ്ങളും ഒക്കെ 12 മുതൽ ആ 10 ശ്ലോകം കൊണ്ട് പറയുന്നുണ്ട്.
അപ്പോൾ ഈ ഗർഭസ്ഥനായിരിക്കുന്ന ശിശു ആ അമ്മ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ കൊണ്ടും അമ്മയുടെ ആ മലമൂത്ര ആദികളെ കൊണ്ടും ഏറ്റവും ഖേദത്തോടുകൂടി വിഷമത്തോടുകൂടി ആ ദുഃഖങ്ങളെ നിവർത്തിക്കാൻ അശക്തനായിരിക്കുന്ന സമയത്ത് താൻ ആ ജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങളുടെയും ഒക്കെ ആ പൂർവ്വസ്മരണ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. പണ്ട് ചെയ്തിട്ടുള്ള പല ജന്മങ്ങൾ എടുത്തപ്പോൾ ഉള്ള ആ പാപങ്ങളുടെയൊക്കെ ആ സ്മരണ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നതെന്നും മേലിൽ ജന്മം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സുഹൃതങ്ങൾ മാത്രമേ ഈ ജന്മത്തിൽ ചെയ്യാവൂ എന്നുമുള്ള ബോധമാണ് ആ സമയത്തുണ്ടാകുന്നത്. അപ്പോൾ എന്നാലോ പ്രസവ സമയത്തുള്ള ആ വായുസ്പർശം ഭൂമിയിൽ ഭൂജാതനായി എന്ന് പറയത്തില്ലേ, ആ ഭൂമിയിലേക്ക് തല വെളിയിലേക്ക് വരുന്ന ഈ ഭൂമിയിലെ വായു ശ്വസിക്കുന്ന സമയം ആ വായുവുമായിട്ടുള്ള സ്പർശം ഉണ്ടാകുമ്പോൾ അനേകം ജന്മങ്ങളാൽ സമ്പാദിച്ച കർമ്മവിഷയകരമായ ജ്ഞാനം അപ്പാടെ നഷ്ടമായി പോകുന്നു. അതെല്ലാം മറന്നു പോകുന്നു. ഭൂമിയിൽ ജനിച്ച് വീണ് കഴിയുമ്പോൾ ആ വയറിനകത്ത് കിടന്ന് ഇനിയും ഇതൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുണ്ടായിരുന്ന ആ ജ്ഞാനം അപ്പാടെ നഷ്ടമായി പോകുന്നു. ഇഷ്ടപ്പെട്ടതിനെ ചെയ്യാനും അനിഷ്ടത്തെ പരിഹരിക്കാനുമുള്ള സാമർഥ്യക്കുറവ് കാരണം ബാല്യകാലം വളരെ ദുഃഖത്തോടു കൂടിയിട്ട് കഴിച്ചു കൂട്ടുന്നു. എങ്കിലും വീണ്ടും അവൻ യൗവനം പ്രാപിക്കുമ്പോൾ ആ മായയുടെ മോഹവലയത്തിൽ അകപ്പെട്ട് ആ വിഷയാസക്തനായി ഭവിക്കുന്നു. അപ്പോഴാണല്ലോ യൗവനം പ്രാപിക്കുമ്പോഴാണല്ലോ പലർക്കും പല മോഹങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ വിഷയാസക്തനായി ഭവിക്കുന്നു. അപ്പം ഇതെത്ര കഷ്ടമാണ് എന്നാണ് കപിലതനു പറയുന്നത്. ഈ കാര്യമാണ്, ഇതെത്ര കഷ്ടമാണ് എന്നിങ്ങനെയാണ് ആ കപിലനായി അവതരിച്ച ആ ഭഗവാൻ സ്വന്തം മാതാവിനായിക്കൊണ്ട് ഉപദേശിക്കുന്നത്. യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധപീഡയോല്ലംഘ്യ ബാല്യം പുനരവിപദമുഖ്യത്യേവ താരുണ്യകാലേ കപിലതനുരുദേ ത്വം ദേവഹൂത്യൈനഗാദീഃ.